വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആത്മഹത്യാ ശ്രമത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്ന ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ ജീവൻ രക്ഷിക്കാൻ കാരണമായെന്ന് ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാനുള്ളത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്? അജി, ഇന്ന് രാവിലെ ഏതാണ്ട് 11 കൂടിയാണ് പൂജപ്പുര ജയിലിൽ വെച്ച് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിട്ടുള്ളത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണം എന്നുള്ള കാര്യം കൂടി ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഞായറാഴ്ചയാണ് ജയിലിലുള്ള അന്തേവാസികൾക്ക് TV കാണാനും അതുപോലെ ഫോൺ വിളിക്കാനുമായിട്ടുള്ള സൗകര്യമുണ്ട്. അതിന് പോകുന്നതിനിടയിലാണ് അഫാൻ സമീപത്തുണ്ടായിരുന്ന ഒരു തോർത്തുകൊണ്ട് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതിന്റെ തൊട്ടു പിന്നാലെ ഇത് കണ്ട ഉടൻ തന്നെ ജയിൽ ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തുകയും അഫാനെ തൂക്കിയെടുത്തുകൊണ്ട് ഉടൻ മറ്റുള്ളവരെ സഹായം തേടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത്. ഈ സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുമുള്ള വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് അഫാന്റെ ജീവൻ കൃത്യസമയത്ത് രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സൂപ്രണ്ടിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.